വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ സൈന്യം വീണ്ടും 11 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു. വിട്ടയച്ചവരിലധികവും ഇസ്രായേലിന്റെ ക്രൂരമായ പീഡനത്തിന് ഇരയായിരുന്നു. ഇസ്രായേലിന്റെ ക്രൂരമായ പീഡനത്തിന് ഇരയായി വശംവദരായവരെ ദർ ബലയിലെ അൽ-അഖ്സ ആശുപത്രിയിൽ തുടർ ചികിത്സകരായി പ്രവേശിപ്പിച്ചു. യുദ്ധത്തെ തുടർന്ന് ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ സൈന്യം ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജയിലിൽ നിന്ന് മോചിതരായവർ പറയുന്ന പീഡനത്തിന്റെ കഥ ഹൃദയഭേദകം തന്നെയാണ്. ഇസ്രായേൽ സൈന്യം അവരെ അറസ്റ്റ് ചെയ്ത് വലിച്ചഴിച്ചു കൊണ്ടുപോയി. അവരെ മൃഗീയമായി അടിച്ചുകൊണ്ടിരുന്നു. 30 ദിവസത്തെ തുടർച്ചയായുള്ള പീഡനങ്ങൾ. അവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു. ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ പഴകിയ റൊട്ടിക്കഷ്ണങ്ങൾ അവർക്ക് എറിഞ്ഞു കൊടുത്തു. ഇസ്രായേൽ സൈന്യം ഫലസ്തീൻ തടവുകാർക്ക് മെഡിസിൻ നിഷേധിച്ചു. വൈദ്യസഹായങ്ങൾ നൽകിയില്ല. ചിലപ്പോൾ വായിൽ പോലും ഷോക്കടിപ്പിച്ചു. അവർ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഫലസ്തീനികളെ തെറിയാഭിഷേകവും നടത്തി. വംശീയ അധിക്ഷേപത്തിന്റെ എല്ലാ പരിധികളും അവർ ലംഘിച്ചു. ചുരുക്കത്തിൽ ഇപ്പോഴും ജയിലിലുള്ളവർ ഇസ്രായേലിന്റെ കൊടിയ പീഡനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്ന് സത്യം. വ്യാഴാഴ്ച രാവിലെ മാത്രം ഖാൻ യൂനിസിൽ 21 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം കൊന്നുകളഞ്ഞത്. തെക്കൻ ഗസയിൽ തുടർച്ചയായ 4ാം ദിവസവും ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ റെഡ് ക്രസന്റ് പറയുന്നത് അൽ മവാസിയിൽ ഇനി അഭയാർത്ഥികൾക്ക് വേണ്ടി ടെണ്ടടിക്കാൻ 1 ഇഞ്ച് സ്ഥലവും പോലും ബാക്കിയില്ല എന്നതാണ്. ആയിരങ്ങളാണ് ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് വിധേയരായി ദിനേന എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അഭയാർത്ഥികളായി ദിനേന എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അവർക്ക് ഭക്ഷണമോ വൈദ്യസഹായമോ അവരുടെ കൈവശം അവരുടേതായി സ്വന്തമെന്ന് പറയാൻ യാതൊന്നും തന്നെ ഇല്ലാത്തവർ. ഗസൻ യുദ്ധത്തിൽ അംഗവൈകല്യം സംഭവിച്ചവരുടെ ദുരിതങ്ങൾ കണ്ടു നിൽക്കാൻ വളരെയധികം പ്രയാസകരമാണ്. അവർക്ക് ഭക്ഷണമോ വൈദ്യസഹായമോ മരുന്നുകളോ ലഭിക്കുന്നില്ല. താമസിക്കാൻ വേണ്ട ഇടങ്ങളില്ല. നടക്കാനും ഇഴയാനും കഴിയാത്തവരുടെ ദുരിതം സങ്കല്പാതീതമാണ്. അതിനൊക്കെ ഉപരിയാണ് ഇപ്പോഴത്തെ വേനലിന്റെ അതികഠിനമായ ചൂട്. സ്വന്തമായ വീടുകളില്ലാതെ ടെന്റുകളിൽ കഴിയുന്നവരെ ഈ ചൂട് എത്രമാത്രം ബാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ ടെന്റുകളിൽ അവരുടെ ജീവിതം എത്രമാത്രം ദുസ്സഹമായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. രോഗത്തിനേക്കാൾ വലിയ ഈ കൊടുംചൂട് എങ്ങനെ അവർ അതിജീവിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ രോഗികൾ ആരും തന്നെ കഴിയുന്നത് വെയിലും മഞ്ഞും മഴയും ഏൽക്കാത്ത വീടുകളിലല്ല, താൽക്കാലികമായി വെച്ചുകെട്ടിയ ടെന്റുകളിലാണ് എന്നതാണ് വളരെയധികം ദുരിതം പൂർണ്ണമായിട്ടുള്ളത്. ഇതിനിടയിൽ ഗസയിൽ നിന്നും 5 ഇസ്രായേലി ബന്ദികളുടെ ഡെഡ് ബോഡികൾ കൂടി കണ്ടെടുത്തു. അതിൽ 3 പേർ സൈനികനും, ഒരാൾ സാധാരണ സിവിലിയനും, മറ്റൊരാൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുമായിരുന്നു. ഇവരെല്ലാം തന്നെ മുമ്പ് വധിക്കപ്പെട്ടതാണെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇനി ഗസയിൽ ശേഷിക്കുന്നത് 121 ബന്ദികൾ മാത്രമാണ്, ഇസ്രായേലി ബന്ദികൾ മാത്രമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ കോൺഗ്രസിൽ ഇസ്രായേൽ ഗസ യുദ്ധത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പുറത്ത് 10,000ങ്ങളുടെ പ്രതിഷേധ പ്രകടനം നടക്കുകയായിരുന്നു. അവർ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കള്ളത്തരങ്ങൾക്കെതിരെ പുറത്ത് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരുന്നു. അവർ ഇസ്രായേലിന്റെ വംശീയതയ്ക്കെതിരെ തെരുവുകളിൽ അട്ടഹസിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും യുദ്ധം ചെയ്യുന്നതിനും വീണ്ടും ഫലസ്തീനുകൾ ഇല്ലായ്മ ചെയ്യുന്നതിനുമുള്ള അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയായിരുന്നു. അമേരിക്കൻ കോൺഗ്രസിൽ നെതന്യാഹു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ലബനനിലെ ഹിസ്ബുള്ളയെയും സംബോധന ചെയ്ത് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ മുൻഗണന നൽകുന്നത് നയതന്ത്രത്തിനാണ്. എങ്കിലും വേണ്ടി വന്നാൽ ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്ത് മാർഗമാണോ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നാണ്. ഇത് പറയുമ്പോഴും ഇസ്രായേലി ലെബനന്റെ ബോർഡറുകളിൽ സംഘർഷത്തിന്റെ മഴമേഘങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 ഭാഗങ്ങളിൽ നിന്നും ദിനേന റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും വെടിവെപ്പുകളുടെയും ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഓരോ കൂട്ടരും ബോർഡറുകളിലുള്ള ആയിരക്കണക്കിന് ഏക്കറുകളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെൽ ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞത്. അവിടെ നിന്ന് 10,000ങ്ങളാണ് പലായനം ചെയ്തു പോയിട്ടുള്ളത്. ഇസ്രായേലി സൈനികർ പറയുന്നത് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ കൂടുതൽ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി വരുന്നുണ്ട് എന്നാണ്. അത് ഇസ്രായേലി ജനതയുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നാണ്.
അതിർത്തിയിൽ നിന്ന് ഒഴിവുപോകാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്നാൽ ഹിസ്ബുള്ള സിവിലിയൻ ലക്ഷ്യങ്ങൾക്ക് വലിയ പ്രാധാന്യങ്ങൾ നൽകുന്നില്ല എന്നതാണ് സത്യം. എന്നാലും ഇസ്രായേൽ പറയുന്നത് സെപ്റ്റംബറിൽ തുടങ്ങാനിരിക്കുന്ന പുതിയ അധ്യയന വർഷത്തിലേക്ക് കുട്ടികൾക്ക് വടക്കൻ മേഖലകളിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ്. അതിന് മാത്രം ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ, റോക്കറ്റ് ആക്രമണങ്ങൾ ആ ഭാഗങ്ങളിലേക്ക് നടക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തിടെയായി ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന്റെ പരിധി, ദൂരം കൂടിയിട്ടുണ്ടെന്നാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇസ്രായേലും അവരുടെ ആയുധങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ലബനന്റെ പല പ്രദേശങ്ങളും ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ ആയുധ സംഭരണ ശേഷിയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് വേവലാതിപ്പെടുന്ന ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലും ഫലസ്തീനിലെ കൊന്നു തീർത്ത 25,000-ലധികം വരുന്ന കുട്ടികളുടെ കാര്യം ചിന്തിക്കുന്നില്ല. അവർക്ക് ജീവൻ തന്നെയാണ് ഇല്ലാതായത്. ബാക്കി വരുന്നവരിൽ ഒരു നല്ലൊരു വിഭാഗവും അംഗവൈകല്യം ബാധിച്ചവരായി മാറി. ബാക്കി വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ വിദ്യാലയങ്ങൾ തകർത്തു കളഞ്ഞു. ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്ത ഒരു രാജ്യമാണ് തങ്ങളുടെ കുട്ടികൾക്ക് പുതിയ അധ്യയന വർഷത്തിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ലെന്ന് ഖേദിക്കുന്നത്. അതേസമയം ഗസയിൽ അവശേഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ആരും തന്നെയില്ല. അവർക്ക് വേണ്ടി തുള്ളി കണ്ണുനീര് പൊട്ടിക്കാൻ ആരും തന്നെയില്ല. അവർ ഇനിയും ദുരിതക്കാര്യങ്ങളിൽ മുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഹിസ്ബുള്ളയും ഹമാസും ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവാണ് മേഖലയിൽ അസ്ഥിരതയും അക്രമവും വർദ്ധിപ്പിക്കുന്നതെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. ഗസയുടെ വെടിനിർത്തലിൽ നിന്നും തുരങ്കം വെക്കുന്നത് നെതന്യാഹു തന്നെയാണെന്നാണ് അവർ പറയുന്നത്.